അയ്യപ്പ ഭക്ത സമ്മേളനം നടത്താൻ യാതൊരു അവകാശവുമില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. അയ്യപ്പനും ഭക്തിയും ഈ നാട്ടിലുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാൻ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. അയ്യപ്പ വിഗ്രഹത്തിനോടും തീർത്ഥത്തോടും അവഹേളനം കാട്ടിയ ആളാണ് ദേവസ്വം മന്ത്രി. ദേവസ്വം മന്ത്രി ഗുരുവായൂർ പോയതിന് പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട സംസ്ഥാനമാണ് കേരളമെന്നും വിമർശനം. അയ്യപ്പനെ അവഗണിച്ചും ആചാരങ്ങളെ അവഹേളിച്ചും ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റി ആചാരലംഘനം നടത്തിയവരാണ് മാർക്സിസ്റ്റ് സർക്കാർ. സർക്കാരിന്റെ അയ്യപ്പ ഭക്തിക്ക് പിന്നിൽ ശബരിമലയെ തകർക്കുവാനുള്ള നീക്കമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അയ്യപ്പ ഭക്ത സമ്മേളനം നടത്താൻ ധാർമ്മികമായിട്ട് യാതൊരു അധികാരവുമില്ലാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അയ്യപ്പനും ഭക്തിയും ഈ നാട്ടിലുണ്ട് എന്നും അങ്ങനെ ആ ഭക്തിയും ആ അയ്യപ്പനെയും ഞങ്ങൾ സ്തുതിക്കുന്നു എന്നും മാർക്സിസ്റ്റ് പാർട്ടി പറയാൻ തയ്യാറാണോ? അവിടെ അയ്യപ്പൻ്റെ മുമ്പിൽ ചെന്ന് അവിടുന്ന് കിട്ടിയ തീർത്ഥം തറയിലൊഴിച്ച് അയ്യപ്പ വിഗ്രഹത്തിനോടും അവിടുത്തെ ആരാധനയോടും അപകീർത്തികരമായിട്ട് പെരുമാറിയ ദേവസ്വം മന്ത്രി മാർക്സിസ്റ്റുകാരനായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതേ മന്ത്രി ഗുരുവായൂർ പോയതിൻ്റെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഇങ്ങനെ ഒരു സ്ഥലത്ത് അയ്യപ്പനെ അവഹേളിക്കുക, അയ്യപ്പനെ അപമാനിക്കുക, അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളെയൊക്കെ തൃണവഗണിച്ചുകൊണ്ട് ബിന്ദു അമ്മിണിമാരെയും അത്തരത്തിലുള്ള ആഭാസ സംഘങ്ങളെയുമൊക്കെ പുറംവാതിലിലൂടെ പോലീസിൻ്റെ സംരക്ഷണയിൽ കയറ്റി അവിടുത്തെ ആചാര ലംഘനം നടത്തുക, ഇതൊക്കെ ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഇത്തരത്തിലുള്ള പരിശ്രമവുമായിട്ട് വരുന്നത് ചില ശബരിമലയെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആചാരങ്ങളെയും തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അയ്യപ്പ ഭക്ത സംഗമമൊക്കെ നടത്താൻ വരുന്നത്. അയ്യപ്പനെ ആരാധിക്കാനും അവിടുത്തെ ഭക്തന്മാരെ സംഘടിപ്പിക്കാനും അവരുടെ വികാരങ്ങൾ സംരക്ഷിക്കാനും എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള നാടകങ്ങളും കോപ്രായങ്ങളും കാണിച്ച് ഇലക്ഷൻ സമയത്ത് ഇനി ഇവിടുത്തെ അയ്യപ്പന്മാരെയും ഹിന്ദു സമൂഹത്തെയും പോക്കറ്റിലാക്കാമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നതെങ്കിൽ അവരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ: മോഹങ്ങൾ അത് വെറുതെ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാൻ മോഹമെന്ന ONV കുറുപ്പിൻ്റെ കവിത മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.